ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈദ് റിലീസായി മാർച്ച് 19 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ആട് 3 ഉൾപ്പെടെ അതുപോലെ തന്നെ വിവിധ ഭാഷകളിലായി തിയേറ്ററിലെത്തിയ അന്യഭാഷാ സിനിമകൾ ഉൾപ്പെടെ ആദ്യ 2 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ സംവിധാനം ചെയ്ത് ജയസൂര്യ, സൈജു കുറുപ്പ്, വിനായകൻ, വിജയ് ബാബു, സണ്ണി വെയിൻ, ധർമ്മജൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ 5,90,00,000 രൂപയും രണ്ടാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച കേരള കളക്ഷനായി നേടിയെടുത്തത് 7 കോടി രൂപയുമാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 12,90,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. മൂന്നാം ദിവസം എന്ന ശനിയാഴ്ച ഈ സിനിമ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ കേരളത്തിൽ പ്രീസെയിലായി നേടിയെടുത്തിരിക്കുന്നത് 3,11,00,000 രൂപയാണ്. ഇന്ന് ഈ സിനിമ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 8 കോടി റേഞ്ചിലുമാണ്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ 20 കോടിക്ക് മുകളിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. അതേസമയം വ്യാഴം, വെള്ളി എന്നിങ്ങനെ ആദ്യ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 40 കോടി റേഞ്ചിലാണ് ഈ സിനിമ 2 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് ശനിയാഴ്ചയോടെ ഈ സിനിമ ലോകമെമ്പാടുമായി 60 കോടിക്ക് മുകളിലാണ് എത്തിച്ചേരാൻ സാധ്യത. രൺവീർ സിംഗ് നായകനായി ആദിത്യദാർ തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 19 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയകുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ദുരന്തർ 2. ആദ്യ ദിവസത്തെ പോലെ രണ്ടാം ദിവസത്തെ പോലെ മൂന്നാം ദിവസം ഇന്ന് ശനിയാഴ്ചയും ഈ സിനിമ മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് 1,00,000 മുകളിൽ ടിക്കറ്റുകളാണ്. ചില സമയങ്ങളിൽ ഈ സിനിമയുടെ ടിക്കറ്റ് വിൽപ്പന 1,15,000 മറികടന്നിരുന്നു. ദുരന്തർ 2വിന്റെ കേരളം ഉൾപ്പെടെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആദ്യ 2 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തത് പ്രകാരം കർണാടകയിൽ 27,90,00,000 രൂപയും, തെലങ്കാനയിൽ 12,53,00,000, ആന്ധ്രാപ്രദേശിൽ 2,96,00,000, തമിഴ്നാട്ടിൽ 5,65,00,000, കേരളത്തിൽ 5,09,00,000. അങ്ങനെ 2 ദിവസം കൊണ്ട് 54,13,00,000 രൂപയാണ് സൗത്ത് ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം ആദ്യ ദിവസത്തെയും രണ്ടാമത്തെ ദിവസത്തെയും ഒഫീഷ്യലായ പോസ്റ്ററൊന്നും ഇതുവരെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. 2 ദിവസത്തെ ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 350 കോടിക്ക് മുകളിലുമാണ്. മൂന്നാം ദിവസമായിരുന്ന ശനിയാഴ്ചയോടെ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 450-500 കോടി റേഞ്ചിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈദ് റിലീസായി തെലുങ്കിൽ നിന്നും മാർച്ച് 19 തിയേറ്ററിലെത്തിയ സിനിമയാണ് ഉസ്താദ് ഭഗത് സിംഗ്. പവൻ കല്യാൺ, ശ്രീലീല, റാഷി ഖന്ന എന്നിവർ അഭിനയിച്ച ഈ സിനിമ ഹരീഷ് ശങ്കറാണ് സംവിധാനം ചെയ്തത്. ആവറേജ് അഭിപ്രായം മാത്രം നേടിയെടുത്ത ഈ സിനിമയ്ക്ക് വിചാരിച്ചൊരു കളക്ഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 58 കോടി രൂപയാണ് ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിട്ടുള്ളത്. മൂന്നാം ദിവസം ഇന്ന് ശനിയാഴ്ച 10-12 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 3 ദിവസം പിന്നിടുമ്പോൾ 70 കോടി റേഞ്ചിൽ ഈ സിനിമ എത്തിച്ചേരാനാണ് സാധ്യത. കെൻ കരുണാസ് തിരക്കഥ സംവിധാനം ചെയ്ത് അഭിനയിച്ച് മാർച്ച് 19 ഈദ് റിലീസായി തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത തമിഴ് സിനിമയാണ് യൂത്ത്. അനിഷ്മ അനിൽകുമാർ, സുരാജ് വെഞ്ഞാറമൂട്, ദേവദർശിനി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ വ്യാഴം, വെള്ളി എന്നിങ്ങനെ ആദ്യ 2 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 2 ദിവസം കൊണ്ട് 7,81,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. കർണാടക 58,00,000, കേരളത്തിൽ 14,00,000, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 2,00,000, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 5,00,000 എന്നിങ്ങനെ 8,60,00,000 രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് 90,00,000 രൂപ മാത്രമാണ് 2 ദിവസം കൊണ്ട് നേടിയെടുക്കാനായിട്ടുള്ളത്. നിലവിൽ 9,50,00,000 രൂപ മാത്രമാണ് ലോകമെമ്പാടുമായി ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 7 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ മികച്ച തുടക്കം തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത്. നിലവിൽ തമിഴ്നാട് ഷെയറായി 2 ദിവസം കൊണ്ട് 3,84,00,000 രൂപയും വേൾഡ് വൈഡ് ഷെയറായി 4,62,00,000 രൂപയും സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.